സിദ്ദിഖിന്റെ ഒളിയിടം സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചതായി സൂചന. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തന്നെ അറസ്റ്റ് ഉണ്ടായേക്കും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് സിദ്ദിഖ് മുങ്ങിയത്. സിദ്ദിഖിന് വേണ്ടി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. സിദ്ദിഖിന്റെ കറുത്ത ബെൻസ് കാർ ഹോട്ടലിന്റെ പാർക്കിംഗിൽ കണ്ടതായി പോലീസ് പറഞ്ഞു. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് മുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. അതിന്റെ സൂചനകളാണ് ലഭിച്ചത്. എന്നാൽ സിദ്ദിഖ് ഒളിവിലാണ് എന്ന വാർത്തകൾ പിന്നാലെ വന്നു. എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഇപ്പോൾ സിദ്ദിഖിന്റെ ഒളിയിടം സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചതായുള്ള സൂചനയാണ് വരുന്നത്. ഇന്ന് രാത്രി തന്നെ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാകും എന്ന കാര്യമാണ് അറിയാൻ കഴിയുന്നത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, മണിക്കൂറുകളായി സിദ്ദിഖ് എവിടെ എന്നത് സംബന്ധിച്ച് വിവരമില്ല. SIT സിദ്ദിഖിന് പിന്നാലെ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വന്നിരുന്നു. SIT ആരോപണ വിധേയരായി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനകൾ വരുന്നു. ഒരുപക്ഷെ രാത്രി തന്നെ അറസ്റ്റിനുള്ള സാധ്യതകളാണോ ഉള്ളത്? ലക്ഷണം ഇതുവരെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നില്ല. സിദ്ദിഖ് കീഴടങ്ങുമെന്നോ അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നോ തരത്തിലുള്ള സൂചനകൾ ഇതുവരെ ഉദ്യോഗസ്ഥർ നൽകുന്നില്ല. ഏതായിരുന്നാലും പോലീസിനെ സംബന്ധിച്ച് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഒരു പ്രതി, ആ പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അത് തള്ളിയാൽ പിന്നെ അറസ്റ്റ് എന്ന നടപടികളിലേക്ക് പോകണം. കാരണം ഇത് ഒരു ബലാത്സംഗ കുറ്റമാണ്. ആ നിലയ്ക്ക് ഗൗരവതരമായ കാര്യമാണെന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ സിദ്ദിഖ് എവിടെയെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് അന്വേഷണ സംഘം പോകുന്നുണ്ട്. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് സിദ്ദിഖിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കുക എന്നതാണ് മറ്റൊരു വശം. പക്ഷെ ഇതുവരെയും അങ്ങനെ ഒരു സൂചന ലഭിക്കുന്നില്ല. ഒരുപക്ഷെ സിദ്ദിഖ് കീഴടങ്ങാനുള്ള സാധ്യത, അല്ലെങ്കിൽ സിദ്ദിഖ് എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത, അത് ആ ഒരു സാധ്യത നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ട് ഇത്രയും മണിക്കൂറുകൾ വൈകി എന്നത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഒരു കേസിലെ പ്രതി, ആ പ്രതി എവിടെയാണെന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസം പോലീസ് കൃത്യമായി നിരീക്ഷിച്ചില്ല എന്നത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. അത് ഇന്റലിജൻസ് സംവിധാനത്തിന്റെ വീഴ്ചയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ള ഒരു സേനയാണ്. അതുകൊണ്ട് തന്നെ ഒരു നാണക്കേടിലേക്ക് പോകുന്നില്ല. മാത്രവുമല്ല, സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ. സിദ്ദിഖിന്റെ മകൻ ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി. ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകാനുള്ളൊരു സാധ്യത. റിമാൻഡിൽ പോകാൻ ഒരുപക്ഷെ സിദ്ദിഖ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധി കൂടി വന്ന ശേഷം ഈ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താം എന്നൊരു നിലപാടിലേക്ക് അദ്ദേഹം പോവുകയാണെങ്കിൽ, ഹൈക്കോടതി വിധി ഇങ്ങനെ നിൽക്കുമ്പോൾ, മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യം നിൽക്കുമ്പോൾ സിദ്ദിഖ് പുറത്തു നിൽക്കുന്നത് കേരള പോലീസിന് അപമാനമാണ്, ആഭ്യന്തര വകുപ്പിന് അപമാനമാണ്. രേണുക, തീർച്ചയായും ആ നാണക്കേട് ഉണ്ട്. SITയെ സംബന്ധിച്ച് SIT കൂട്ടുനിൽക്കുന്നു സിദ്ദിഖിന് മേൽക്കോടതിയെ സമീപിക്കാൻ എന്ന തരത്തിലൊക്കെ ആരോപണം വരുന്നു. എന്തുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സിദ്ദിഖിനെ വലയിലാക്കാനുള്ള മുൻകരുതൽ നടപടികൾ ഉണ്ടായില്ല തുടങ്ങി 100 ചോദ്യങ്ങൾ SITക്ക് മുന്നിലേക്ക് വരുമ്പോഴാണ് സിദ്ദിഖിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ SIT ഊർജിതമാക്കി എന്ന വാർത്തകൾ വരുന്നത്. സിദ്ദിഖിന്റെ ഒളിയിടം സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചു എന്ന സൂചനകളും വരുന്നു. പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് മുതൽ സിദ്ദിഖ് എവിടെയെന്ന ചോദ്യം ശക്തമായിരുന്നു. സിദ്ദിഖ് ഉണ്ട് എന്ന് കരുതുന്ന ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഒക്കെ മാധ്യമങ്ങൾ എത്തുകയും പക്ഷേ അവിടെയൊന്നും സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവുമായിരുന്നു. 2 ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം സിദ്ദിഖ് ഊർജിതമാക്കി എന്ന തരത്തിൽ വാർത്തകൾ വന്നു. അദ്ദേഹത്തിന്റെ മകൻ അഭിഭാഷകനെ നേരിട്ട് കണ്ട് സംസാരിച്ചു തുടങ്ങിയ വാർത്തകളാണ് വന്നത്. ഇന്ന് സംഭവിച്ചത് എന്താണ് സിദ്ദിഖ് കേസുമായി ബന്ധപ്പെട്ട് എന്നതിന്റെ വിശദാംശങ്ങൾ ഡാനി പോൾ നൽകും. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. കടുത്ത വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഹൈക്കോടതി സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ഇതിൽ പ്രധാനമായും തന്നെ സിദ്ദിഖ് പരാതിക്കാരിക്കെതിരെ ഉയർത്തിയ ചില ആക്ഷേപങ്ങൾ കൂടിയുണ്ട്. അതിനെതിരെയും ഹൈക്കോടതി കടുത്ത രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉന്നയിച്ചത്.
ഈ ലൈംഗിക ഒരു പരാതി സംബന്ധിയായ കാര്യങ്ങളിൽ പെടുമ്പോൾ അത്തരം കാര്യങ്ങളിൽ പെട്ടു എന്ന് കരുതിക്കൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നതോ അവരെ അവഹേളിക്കുന്നതോ ശരിയായ നടപടിയല്ല എന്ന് ഹൈക്കോടതി പറയുന്നു. ഒപ്പം തന്നെയും ഈ പരാതി ഗൗരവമുള്ള പരാതിയാണ്. സിദ്ദിഖിനെതിരെ കൃത്യമായ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയും സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതുകൊണ്ട് തന്നെ ഇക്കാര്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി കാര്യങ്ങൾ പരാമർശിച്ചത്. ഇതിൽ പരാതിക്കാരി അതിജീവിതയായി മാറുകയാണ് ചെയ്യുന്നത്. അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാനായിട്ട് ഇങ്ങനെയുള്ളവർ തയ്യാറാകുന്നുണ്ട് എന്നതും കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് സിദ്ദിഖിനെതിരെ കൃത്യമായ രീതിയിൽ തന്നെ തെളിവ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നത് പ്രോസിക്യൂഷൻ നേരത്തെ വാദിച്ചിരുന്നു. അത്തരം വാദമുഖങ്ങൾ ശരിയെന്ന് വെച്ചുകൊണ്ടാണ് കോടതി ഈ ഒരു നിരീക്ഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളിൽ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കോടതി പറയുകയും ചെയ്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തത്. തുടക്കത്തിൽ ഈ പരാതി ഉയർന്നപ്പോൾ മുതൽ സിദ്ദിഖ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇത് നേരത്തെ മുതൽ ഉന്നയിക്കുന്ന പരാതിയാണ്. അതുകൊണ്ട് പിന്നീട് ഈ പരാതിയിൽ ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയും ഇത് കൃത്രിമമായി കെട്ടിച്ചമച്ചതാണ് എന്നതായിരുന്നു പ്രധാനമായിട്ട് തന്നെ ഉന്നയിച്ചത്. അതോടൊപ്പം ഈ പരാതി ഉന്നയിക്കാൻ ഒരുപാട് സമയമെടുത്തു, വളരെ വൈകിയാണ് ഈ പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത് എന്ന കാര്യങ്ങൾ കൂടി സിദ്ദിഖ് ആക്ഷേപമായി ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം തന്നെ ഹൈക്കോടതി ഖണ്ഡിക്കുന്നു. പരാതി പറയുവാനായിട്ട് സമയം എടുത്തു, വൈകിപ്പോയി എന്നത് ഒരിക്കലും ഒരു കുറവായി കാണാൻ കഴിയില്ല. അത് പല രീതിയിലുള്ള സാഹചര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുന്നതിൽ തന്നെ യാതൊരു അർത്ഥവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് കോടതി ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചത്. പരാതി പറയുവാൻ താമസമെടുത്തു എന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു മെറിറ്റ് ഇല്ലാതാകുന്നില്ല, ഈ പരാതിയുടെ ഒരു മെറിറ്റ് ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് തന്നെയും സിദ്ദിഖിനെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും നടക്കേണ്ടതുണ്ട് എന്നതടക്കമാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും ഏത് സമയവും അറസ്റ്റ് ചെയ്യാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. ഇന്ന് പലയിടത്തും തന്നെ സിദ്ദിഖിന് വേണ്ടി നഗരത്തിലെ വിവിധ ഹോട്ടലുകൾ അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം പരിശോധനകളടക്കം നടത്തിയിരുന്നു. സിദ്ദിഖിന്റെ കാക്കനാടും അതോടൊപ്പം തന്നെ ആലുവയിലുമുള്ള വസതിയിൽ പോലീസ് എത്തിയിരുന്നു. എന്നാൽ ഇവിടങ്ങളിലെല്ലാം വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു, ഗേറ്റ് അടക്കം പൂട്ടിയിട്ട നിലയിലായിരുന്നു. സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ അത് സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ അവസാന ടവർ ലൊക്കേഷൻ അടക്കം കണ്ടെത്തി ആ രീതിയിലൂടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും അന്വേഷണ സംഘം ഇന്ന് ശ്രമിക്കുകയുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ടും ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയില്ല. സിദ്ദിഖിനെ കണ്ടെത്താനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിയുകയും ചെയ്തില്ല. സിദ്ദിഖിന് വേണ്ടി വലിയ രീതിയിൽ തന്നെ ഒരു അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സിദ്ദിഖ് മേൽക്കോടതിയെ സമീപിച്ചേക്കുമെന്ന വിവരം ലഭിക്കുന്നത്. ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഡിവിഷൻ ബെഞ്ചിനെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെ തന്നെ നേരിട്ട് സമീപിക്കാനുള്ള ഒരു നീക്കം സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന്, അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു തീർപ്പ് ഉണ്ടായതിനു ശേഷം ഒരുപക്ഷെ സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് അടക്കം നീങ്ങും എന്ന സൂചനയുമുണ്ട്. പക്ഷേ അതായത് ചില കേസുകളിൽ മാത്രമാണ് അത്തരം രീതിയിലുള്ള ഒരു ഇളവുകൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ കൂടി തീരുമാനം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ കോടതി എന്ത് പറയുന്നു എന്ന് കൂടി കാത്തിരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിൽ സുപ്രീം കോടതിയിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നീക്കം നടക്കുന്നതിന് മുൻപ് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് വലിയ രീതിയിലുള്ള പരിശോധനകളും നടന്നത്. ഡാനി പോളിന്റെ വിശദമായ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇന്ന് അറസ്റ്റ് വൈകുന്നത് SITക്കെതിരെ പോലും ആരോപണത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യം. കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖിന്റെ ഓരോ വാദങ്ങളും, അഭിഭാഷകന്റെ ഓരോ വാദങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ന സാഹചര്യങ്ങളൊക്കെ വിശദമായി ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഡാനി പോൾ. ബലാത്സംഗ